കേട്ടോ, വീണ്ടും ഞാൻ ചെമ്മീനുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് നാളെ 1-2 പേരെന്നോട് ചോദിച്ചു ഇതൊന്ന് വൃത്തിയാക്കി കാണിച്ചു തരാമെന്ന്, പൊളിച്ച് കാണിച്ചു തരാനായിട്ട്. അപ്പം എപ്പോഴും ഞാൻ വീട്ടിൽ പോയാലും ഈ കൊഞ്ചും ഇത് 1.5 കിലോയാണ്. അങ്ങനെ ഞാൻ ഒരു 6 കിലോ കൊഞ്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 കിലോ ഇത് 2-3 പാക്കറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹോട്ടലുകാരൊക്കെ ആണെങ്കിൽ ഇത്രയും വലിയ കൊഞ്ചാണെങ്കിൽ വീണ്ടും ഞാൻ കൊഞ്ചെന്ന് പറഞ്ഞു, ചെമ്മീനാണെങ്കിൽ അവർ ഈ തല കൂട്ടി അങ്ങ് വെക്കും. ഇത് കണ്ടോ, ഇതെല്ലാം അതിൻ്റെ മുട്ടയാണ്. ഇങ്ങനെ പറിച്ച് കളയണം. ഇത് കത്തിയുണ്ടെങ്കിൽ പറിച്ച് കളയാം. പിന്നെ എന്തിനാ അടുത്തോട്ട് വരുന്നത്? നമുക്കിത് വരി ഇങ്ങോട്ട് വെക്കാം. കാരണം ക്ലീൻ ചെയ്തിട്ട് ഇടണമെങ്കിൽ ഇതിങ്ങനെ കളയണം. ഇതിങ്ങനെ പൊളിച്ച് മാറ്റി കണ്ടോ, ഈ അറ്റം വരെ നമ്മൾ കളയാതെ എടുക്കണം. ഇനി ഇതിനകത്ത് ഇങ്ങനൊരു ലൈൻ പോലെ ഉണ്ട്, ഇതിനതില്ലേ, ആ ലൈൻ എടുത്ത് കളയണം. ഇതിനത് കാണുന്നില്ല. ആ ലൈൻ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അതതിൻ്റെ കുടലാന്ന് പറയും. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് വയറ്റ് വേദന എടുക്കും. ഇതിങ്ങനെ നൂല് പോലെ ഇങ്ങനെ വരും. ഇപ്പോൾ ഹോട്ടലുകാർ എല്ലാവരും ഒന്നും ഇത് കളയൂല. അതാണ് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് കൊഞ്ച് മേടിക്കുവാന്നേലും ഇതുണ്ടെങ്കിൽ എടുത്ത് കളയുന്നത് നല്ലതാണ്. വറുത്തതാണേലും കറിക്കകത്താണേലും. ഒന്നുകൂടെ കാണിക്കാം. വെളിയിലായതുകൊണ്ട് ഇവിടെ കാക്കയുടെയും കിളിയുടെയും എല്ലാം സൗണ്ട് വരുന്നുണ്ട്. മൈക്കില്ല. ഇച്ചിരി കട്ടിയായത്. നമ്മൾ ഇവിടുന്നൊക്കെ മേടിക്കുവാണെങ്കിൽ ഒന്ന് തൊട്ടാൽ ഉടനെ ഇതിൻ്റെ തൊലി അങ്ങ് പോകും, പൊളിച്ചെടുക്കാൻ പറ്റും. ഈ തോടങ്ങ് പെട്ടെന്ന് പോകും. ഇതിങ്ങനൊന്നും പോകത്തില്ല, കാരണം ഇത് ഫ്രഷായിട്ട് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതിനുണ്ടത് ഉണ്ടോ, ഇത് ഇങ്ങനെ എടുത്ത് കളയണം. ഇത് ഹോട്ടലിലൊക്കെ പോയി കഴിച്ച് ചിലർ വയറ്റുവേദന എടുക്കുന്നെന്ന് പറഞ്ഞാൽ ഇതാ. ചിലർക്കൊന്നും പ്രോൺസ് പിടിക്കത്തില്ല. ചിലർ ഈ ഭാഗത്തെ മാത്രമേ എടുത്ത് കളയത്തുള്ളൂ. എന്നാൽ ഈ ഭാഗത്തതും എടുത്ത് കളയണം. നമ്മൾ ഇച്ചിരി നേരം മെനക്കെടണം. ഉണ്ടോ, അറ്റം വരെ ഉണ്ട്. അത് ഇവിടുത്തെ ഇങ്ങനെ വലിച്ചാൽ ചിലപ്പോഴേ കിട്ടുകയുള്ളൂ. ഇത് ഇച്ചിരി കൂടെ പഴകിയതൊക്കെയാണ് എളുപ്പം ഇങ്ങ് വരും. ഇത് നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു കൊഞ്ച്, അല്ലെ ഒരു ചെമ്മീൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെമ്മീനാണേലും കൊഞ്ചാണേലും എല്ലാം ചെമ്മീൻ പറയുന്നതും കൊഞ്ചെന്ന് തന്നെയാണ്. ഇപ്പോഴാണ് ഒരു ചെമ്മീൻ ക്ലീൻ ചെയ്ത് തീർന്നത്. പെട്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെടി എന്നൊക്കെ ചെയ്യാം. അടുത്തെടുത്തു. കയ്യിലാണേ നഖമുണ്ട്, എന്നിട്ട് പോലും ഇതങ്ങോട്ട് പറഞ്ഞു വരുന്നില്ല.
ഇപ്പം ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് കണ്ടോ, ഒരു ഭാഗം പോലും കളയാതെ എടുക്കുകയാണ്. ഇതാണ് അതിൻ്റെ കുടൽ. ഇതെടുത്ത് കളയണം. പിന്നെ ചെമ്മീൻ കഴിക്കുന്നവർ അതിൻ്റെ കൂടെ തന്നെ ചിലരൊക്കെ നാരങ്ങ വെള്ളം കുടിക്കും. ലൈം ജ്യൂസും കൂടെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തു. ചിലർക്ക് അത് പിടിക്കത്തില്ല. അപ്പോൾ ഈ രണ്ട് സൈഡിലെയും എടുത്ത് കളഞ്ഞിരിക്കണം. ചെറുതാണെന്ന് എത്രയും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും വേണ്ടിയില്ല. ഇതെനിക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്നുകൂടെ കഴുകി കഴിയുമ്പോഴത്തേന് ഇതെല്ലാം എടുത്ത് കളയുവേ. 3-4 പ്രാവശ്യം കഴുകണമല്ലോ, ഉപ്പിട്ട് എല്ലാം കഴുകണം. ഞാനിത് വീട്ടിൽ പോകുമ്പോൾ ഇതൊരു ഫാമിലിയാണ്. ഇടയ്ക്കൊരു ഹോട്ടലിൽ പോയി പ്രോൺസ് ബിരിയാണിയല്ല, പ്രോൺസ് മേടിച്ചപ്പം അതിൻ്റെ തോടോട് കൂടി ഇരിക്കുന്നു. എന്നിട്ട് അത് ഒന്ന് കീറിയിട്ട് അവിടെ ഒരു സ്വല്പം ഇത് മുളക് ഏതാണ്ട് പുരട്ടിയിട്ടുണ്ട്, ഉപ്പും കൂട്ടി. അപ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ എടുത്ത് കളയണം. അതുപോലെ തന്നെ തിരിച്ചും. ഇവിടുത്തെ എടുക്കാൻ ഇച്ചിരി പാടാണ്. അത് പൊട്ടി പോകുന്നു. അത് ഈ ഫ്രഷ് ആയതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ എളുപ്പം ഇങ്ങനെ വലിച്ചാൽ വരും. അപ്പോൾ ഇത്രയും നേരം വേണം, ഇത്രയും വലുതാണേലും നമുക്ക് വൃത്തിയാക്കി വരുമ്പോഴത്തേന്. നിങ്ങളെ കാണിക്കാനും കൂടാണ്. പിന്നെ ഇത് ഒരെണ്ണം കൂടെ ഹോട്ടലിലൊക്കെയാണ് ഇതിൻ്റെ തല അതുപോലെ വെച്ചേക്കും. എന്താണെന്ന് വെച്ചാൽ അത് മാംസമാണെന്ന് പറയും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ പിന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെമ്മീൻ മേടിക്കുവാണെങ്കിൽ ഇനി ഞാൻ ഞണ്ട് മേടിച്ചുകൊണ്ട് വന്ന് അത് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു. ഞണ്ടൊക്കെ കാൽസ്യം കൂടുതലായതുകൊണ്ടും ഞാനിപ്പോൾ അധികം പിന്നെ പ്രോട്ടീനും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ മേടിക്കത്തില്ല. എനിക്ക് ചിലപ്പം യൂറിക് ആസിഡൊക്കെ ഉണ്ടാകും പ്രായമായത്. ഇതെടുത്ത് കളഞ്ഞിരിക്കണം രണ്ട് സൈഡിലെയും. ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഈച്ച വന്നു. അപ്പം ക്ലീൻ ചെയ്തത് കണ്ടല്ലോ. ഇതിൻ്റെ ബാക്കി ഇനി ഇച്ചിനോടുണ്ട്. ഞാൻ പറഞ്ഞത് വീഡിയോ അങ്ങ് ലെങ്ത് കൂടി പോവും, അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്താമെന്ന് കരുതി. ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് നാളെ ഞാൻ ഇത് ചെമ്മീനച്ചാർ ഉണ്ടാക്കാനാണ്. അച്ചാറുണ്ടാക്കാനാണ്. ഇതിൻ്റെ ചെറിയ കൊഞ്ചാണ്, കൊഞ്ചെന്നാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ചെറിയ ചെമ്മീനാണ് നല്ലത്. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിന് അത്രയും വരുന്നില്ല. പിന്നെ വേറെ കൊഞ്ചെന്ന് പറയുന്നതുണ്ട്. അത്
നമ്മളൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നു. ഇതില്ലേ അതിൻ്റെ കണ്ണിരിക്കുന്നത്, കണ്ണും ഇതുകൊണ്ടാണിത് നീന്തി പോകുന്നത്. ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യണം. ഇപ്പോൾ ആരും ഫോളോ ചെയ്യുന്നേ ഇല്ല. അത് മസ്റ്റാണ്, ഇതെടുത്ത് കളയണം. ഓക്കെ, കണ്ടല്ലോ.